ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസംബർ 13. നമ്മൾ ഈ ഡിസംബർ 25-നേക്കുള്ള പ്ലാൻ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ടെസ്കോയിലേക്ക് പോവാണ്. എന്തിനാണെന്നറിയോ? നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങാൻ വേണ്ടി. അപ്പോൾ ക്രിസ്മസ് ട്രീക്ക് ഇവിടെ 20 പൗണ്ട് എങ്ങാനാണെന്നാണ് ഇവള് പറഞ്ഞത്. നമുക്ക് നോക്കാം എത്ര പൈസ വരുന്നുണ്ട് നോക്കാം. ഇംഗ്ലീഷ് സ്റ്റൈലോ? ഓഹോ, അങ്ങനെയോ? അപ്പോൾ ഈ ടെസ്കോയിൽ സാധനമില്ല. നമ്മൾ ഈലിംഗ് ടെസ്കോയിൽ പോയിട്ട് വാങ്ങണം. ഈലിംഗിൽ പക്ഷേ ഞാൻ കണ്ടാണ്, പോയി നോക്കാം. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല, മിഞ്ഞാന്ന് വരെ ഞാൻ കണ്ടാണ്. ലോകമെമ്പാടും ആഘോഷിക്കുന്ന വലിയൊരു ഉത്സവം തന്നെ. ഇവിടുത്തെ ആൾക്കാർ 2-3 മാസം മുന്നേ എല്ലാ പരിപാടിയും തുടങ്ങും. കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുമായിരിക്കും, പക്ഷേ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത് പോകും. അങ്ങനെ നമ്മൾ ടെസ്കോന്ന് ട്രീയും വാങ്ങി ക്രിസ്മസിന് വേണ്ട മറ്റു പല സാധനങ്ങളും തപ്പി ഇറങ്ങി. മെയിനായിട്ട് നമ്മൾ ക്രിസ്മസ് ഡേക്ക് കളർ കോഡ് എന്ന് പറഞ്ഞാൽ റെഡും ബ്ലാക്കും ആണ്. എന്തെങ്കിലാണെങ്കിൽ റെഡ് കളർ ഇല്ല, അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഒരു റെഡ് ടീഷർട്ട് വാങ്ങണം. അങ്ങനെ ഷോപ്പിംഗ് ഡേ ആണ്. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ തിരഞ്ഞെടുത്തായിരുന്നു. അതൊരു വലിയ സ്റ്റോറിയാണ്. ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ കഞ്ചുവിന് ഗൗതം ശിവമണിക്ക മറ്റിത് വന്നില്ല, മെയിൽ വന്നില്ല ആരാണ് ക്രിസ്മസ് ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ ടോട്ടലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് മാനുവലായിട്ട് മറ്റെങ്ങനെ നറുക്കിട്ട് നമുക്കെന്നെ നറുക്കിട്ടെടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അതുപോലെ നറുക്കിട്ടെടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയത് അബീനെയാണ്, നമ്മുടെ സൂര്യയുടെ അബിയില്ലേ. അപ്പോൾ അവൻ എന്താ വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. കാരണം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാൽ അവന് ഡ്രസ്സിൻ്റെ അളവ് എനിക്കറിയില്ല. പിന്നെ ക്രിസ്മസ് പരമായിട്ട് എന്ത് വാങ്ങിച്ചു കൊടുക്കാം, ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വേണ്ട, അതുകൊണ്ട് ഏതെങ്കിലും നല്ല സാധനം നോക്കി വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പം ഏത് കിട്ടുമെന്നൊന്നും അറിയില്ല. ഒന്ന് TK Maxxലും H&Mലും പ്രൈമാർക്കിലൊക്കെ പോകണം. എന്നിട്ട് പോയിട്ട് ഏതാണോ നല്ലതെന്ന് വെച്ചാൽ നോക്കിയെടുക്കണം. ഈലിംഗിൽ ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ക്രിസ്മസ് അപ്പൂപ്പനെ കാണിച്ചിരുന്നു, അവിടെ നിൽക്കുകയാണ് കണ്ടോ. കുറേ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വലിയ വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ കൊല്ലത്തിൽ ഒരിക്കൽ ഇതുപോലൊരു സെറ്റപ്പ് വരുള്ളൂ, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അവസാനം കുറേ തെരച്ചിലിനിടയിൽ ഞാൻ ഒരു സാധനം വാങ്ങിയിരിക്കുന്നു. കുറേ തപ്പി, അവൻ എന്താ വേണ്ട എനിക്കൊരു ഐഡിയയും കിട്ടില്ല. ഡ്രസ്സാണെങ്കിൽ അവൻ്റെ സൈസ് ഏതാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എന്താ വാങ്ങണ്ടേന്ന് അറിയാണ്ട് കുറേ തപ്പി. എന്താ അറിയോ, ബ്രൂക്ക് സ്റ്റോണിൻ്റെ റെയിൻ ക്ലൗഡ് ഫൗണ്ടേഷൻ ഡിഫ്യൂസർ. ഇത് വലിയ സാധനം, വലിയ പുള്ളിയാ. ഐശുവും മനുവൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, എന്താണ് പരിപാടി, എന്തെങ്കിലും പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട്.
പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഒരുക്കം നടന്നിട്ടില്ല. കാരണം ഗെയിംസ് ഒക്കെ കളിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഗെയിംസ്, എങ്ങനെ കളിക്കാം, എന്തൊക്കെ വാങ്ങാം, അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ നമ്മളെ ഓൾറെഡി പ്ലാൻ ചെയ്ത സംഭവങ്ങളൊക്കെ നടക്കുമല്ലോ എന്നറിയില്ല. എന്നാലും ക്രിസ്മസ് ഫണ്ട് എന്തായാലും നടക്കും. ബാക്കിയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിക്കാണെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. നല്ല തണുപ്പാണ് ക്ലൈമറ്റ്. ഞാൻ ഈലിംഗ് ബ്രോഡ്വേന്റെ ഒരു സൈഡിലൂടെ നടക്കുക. എനിക്ക് ഒരു കൊച്ചന്റെ ബാക്കിൽ കൂടി നടന്നു. കൊള്ളാല്ലേ? ഇന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം, അതായത് ക്രിസ്മസ് ഈവ്. നാളേക്കുള്ള എല്ലാ പരിപാടികളും ഒത്തത് നമ്മുടെ ഗൗതം ആൻഡ് അക്ഷയ ടീമാണ്. ഫുഡ് പരിപാടികളൊക്കെ ഒത്തത്. ഇന്ന് ഏതാണ്ട് ഒരു 3 മണിയായി. ഒരു എണീക്ക് ലേറ്റായെന്ന് തോന്നും. പിന്നെ ചായ കുടിച്ച് ഇപ്പോൾ റെഡിയായി നിൽക്കുന്നത്. എന്തായാലും 5 മണിയൊക്കെ ആകുമ്പോൾ കട അടക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് മുന്നേ ഇവർ സാധനം വാങ്ങാൻ പോയില്ലെങ്കിൽ നാളെ പട്ടിണി. നോ ക്രിസ്മസ്, നോ ഫുഡ്, നത്തിങ്. നല്ല അടിപൊളിയായിട്ട് ഇവര് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചുതരാം. നമ്മൾ സ്പൈ ചെയ്ത് കാണിച്ചുതരാം. ഇതൊക്കെ ആ ക്രിസ്മസ് ട്രീ മൊത്തം സെറ്റാക്കിയത് അക്ഷയ് ആൻഡ് ഗൗതം ടീമാണ്. ഹായ്. പെട്ടി റാപ്പ് ചെയ്യുന്ന കഞ്ചു അത് മോളിൽ വെച്ചിട്ട് ചെയ്തൂടെ? ഇത്ര കഷ്ടപ്പെടണോ? ശീലുണ്ട് കറക്റ്റ് അളവിലേക്ക് കഞ്ചു. ക്ലോസപ്പ് അക്കു അക്കു ലൈറ്റ് ഇടാനായിട്ട് ഇരിക്കുന്ന ചേട്ടനാണ്. നാവിൽ സരസ്വതി വിളയാടുന്ന ഒരു കുട്ടിയാണ്. നല്ല വർത്താനം മാത്രമേ പറയത്തുള്ളൂ. ഇത് വളരെ 2 hours later. 2 hours later അക്കു അങ്ങനെ ഏതാണ്ട് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു 12 ആയി കാണും. ഇനി ഗഫൂർ വന്നിട്ടാണ് സൂര്യനെ പിന്നെ പിക്ക് ചെയ്യാൻ പോവാൻ. ഗൈസ്, ഈ മലമോന്തരന്റെ കൊണ്ടോണി തണുപ്പത്ത് വയ്യ. അയ്യോ, സൂര്യനെ കൊണ്ടുപോകാൻ പോവാണ്. കേട്ടോ, ഹീറ്റർ ഫുൾ പവറിലാണ് ഇട്ടേക്കണത്. തണുത്ത് മരിക്കപ്പോ ജാക്കറ്റ് പോലും ഇല്ലാണ്ട് തണുപ്പ്. ഒപ്പം ചെറിയ കൈ വെച്ച് നോക്കി പയ്യ അവര് തണുത്തിട്ട്. അയ്യോ, തണുപ്പാണേ. എങ്ങനെയാ ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം ഏതാ? ഓ, ഇത് ട്രീ മൊത്തം എന്റെ ഐഡിയ. ബാക്കിയൊക്കെ ഇവന്മാര് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് പറഞ്ഞു പറയിപ്പിച്ചാണെന്ന്. ബട്ട് അല്ല ഗൈസ്, ഇത് സത്യസന്ധമായ കാര്യമാണ്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. അല്ല അയ്യോ, തെളിവായിട്ട് പറ്റൂല. സമാധി. അവിടെ കഴിഞ്ഞു. അവിടെ പോയി അതാണ്. ഗുഡ് മോർണിംഗ്. നമുക്ക് എന്ത് ക്രിസ്മസ് വന്നിന്? നമുക്ക് കാമേ പയ്യ കാമേ. രാവിലെ തന്നെ വെച്ച് പഠിക്കുവാണ്. എന്റെ ഉറക്കം പോലും വരെയൊക്കെ തെളിഞ്ഞില്ല.
അപ്പോൾ 8 മണിക്ക് ഞാൻ ടാക്സി വരുന്ന വിചാരിച്ചത്. ടാക്സി എന്ന് പറഞ്ഞാൽ നമ്മളെ പയ്യൻ തന്നെ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പയ്യൻ തന്നെ. അപ്പോൾ 8 മണിക്കല്ല, മുന്നേ എത്തിയിരിക്കുന്നു തെണ്ടി. ഓക്കെ, അപ്പം ഞാൻ പണിക്ക് പോകണം ഗൈസ്. ഞങ്ങൾ പോകുന്നു. എല്ലാ പരിപാടിയും രാത്രിയാണ്. ബൈ. ഗായ്സ്, ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. നല്ല തണുപ്പാട്ടോ, തണുത്തിങ്ങനെ വറക്ക. പോരാത്തതിന് രാവിലെ തുടങ്ങിയ പണിയാണ്. നല്ല ടയർഡാണ്. നല്ല ടയർഡാണെങ്കിലും മനസ്സിലെന്താണ്, ക്രിസ്മസ് പരിപാടി, ചിൽ. എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നു. ആരൊക്കെ എത്തി എന്തായി ഒന്നും അറിയില്ല. എന്നെ വിളിച്ചുകൊണ്ടിരിക്കണ്ടേ, എപ്പോഴാണ് നീ പറഞ്ഞേന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം വീടെത്തണം. വീടെത്തിയിട്ടാണ് ബാക്കി പരിപാടി. ഓക്കെ, മുടുക്കനായി. കണ്ണലുണ്ണിയാണ്, കണ്ണനാണ്. ഐശു 33 വയസ്സ്, കല്യാണമായില്ല. കിളുങ്ങുന്ന അതിൽ സൂര്യയുടെ മതില് കാണുന്നു കേക്ക്, വാർക്കാത്ത മതില്. അക്കുവരും തോന്നുന്നുണ്ട്. ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. കുടുംബശ്രീന്റെ ഓരോ വർത്താനങ്ങളൊക്കെ ഞാൻ കൊണ്ടു. നമ്മൾ ക്രിസ്മസ് ഫണ്ടിനെ തെരഞ്ഞെടുക്കാണ്. തെരഞ്ഞെടുക്കല്ല, ക്രിസ്മസ് ഫണ്ടിനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്. നീ കൊടുക്കണ ഹാപ്പി ക്രിസ്മസ്. പറ്റിച്ചു. ഹാപ്പി ക്രിസ്മസ്. Christmas to you. Happy Christmas to you. Christmas to you. അതായിരിക്കാം എനിക്ക് പിന്നെ. ഓ, 2 കി. തിരികെ ഒരു നീ ആരാ ബാക്കിയുള്ളത്? എടീ ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ 2 ക്രിസ്മസിനും കൂടെ ഉണ്ടായിരുന്നവർ ടേപ്പ് വീഡിയോ കോൾ മാത്രമായിട്ട് വന്ന് നിൽക്കുക. അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരാളും അനങ്ങരുത്. പെരുന്നാൾക്ക് കളിത്തോക്കല്ല ഇത്. കാണാ പവറ്. ഇതെന്റെ ടയറാ.
ഒരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ട്. കണ്ടിട്ട് ആര് തന്നപോലെ തോന്നുന്നു. കുളിക്കുമ്പോ മറ്റേതായി വിട്ടോ. ഒന്ന് വായി പറയും. അങ്ങനെ പാർട്ടിയും കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി പോവാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ക്രിസ്മസ്. സത്യം പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റും വീഡിയോ എടുക്കലും കൂടി ഒരുമിച്ച് എന്നെ കൊണ്ട് നടക്കണില്ല. അതുകൊണ്ടാണ് പല നല്ല നല്ല മൊമെന്റ്സ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ വീണ്ടും സന്ധിക്കുന്നവരേക്കും നിനക്ക് പോവല്ലേ, കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമല്ല പരിപാടി, നമ്മൾ പുറത്തും പോകുന്നുണ്ട്. നമ്മൾ വിന്റർ വണ്ടർലാൻഡ് കാണാൻ പോവാണ്. വിന്ററിൽ മാത്രം വരുന്നത്, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വരുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ വിന്റർ വണ്ടർലാൻഡ്. അത് കാണാൻ വേണ്ടി പോവാണ്. ആരെയും കാത്തിരിക്കാണ്ട് ഞാനും ഐഷുവും മനുവും കൂടി പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ വിന്റർ വണ്ടർലാൻഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, ഇപ്പൊ തന്നെ ഒരു ജാതി തണുപ്പാണ്, സഹിക്കാൻ പറ്റുള്ള. ഈ ക്രിസ്മസ് മാസം ലണ്ടൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലായിടും ലൈറ്റ്സ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഗൈസ്, നമ്മൾ വിന്റർ വണ്ടർലാൻഡ് എത്തിയിരിക്കുന്നു. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഹൈഡ് പാർക്ക് വിന്റർ വണ്ടർലാൻഡ്. ഗൈസ്, ഇതാണ് ചിപ്സ്, ഫ്രഷ്ലി മെയ്ഡ് ചിപ്സ്. ബവാറിയൻ മില്ല്. മനു, ചിപ്സ് ആണോ? ചിപ്സ് ഇവിടുന്ന് ഫുഡ് വാങ്ങുന്നവർക്ക് ഇവിടെ അവിടെ ഇരുന്ന് കഴിക്കാം. ഗൈസ്, എന്ത് രസമാണ് കാണാൻ വേണ്ടി. ഇവര് പരിപാടിയുണ്ട്. പൊട്ടിക്കോ കുട്ടി, വണ്ടർഫുൾ. ആ വലിയ വണ്ട് കിട്ടി തോന്നി ചേട്ടാ, വലിയ വേണ്ട. ഓ, വീണ്ടും കുട്ടി. ഏത് വേണം തെരഞ്ഞെടുക്കുകയും. നമ്മളെ നാട്ടിലെ പൂരപ്പറമ്പിലൊക്കെ കാണുന്ന കളിയില്ലേ, ദേ അതേപോലെ സാധനം. ബോൾ ഉരുട്ടിയിടല്, ബോൾ എറിഞ്ഞിടല്. അങ്ങനെ നമ്മുടെ നാട് മിസ്സാവുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ദേ ഒരു മലയാളി നോക്കി നിൽക്കാണ്ട് ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞൊരു വിളിയാ. മലയാളി ഇതാരാന്ന്? അതൊക്കെ അല്ല, ഞാനൊക്കെ അതിങ്ങനെ മോള് കയറിയിട്ട് ബെൽറ്റ് കൂട്ടിയൊരു പോക്കാം പറഞ്ഞിട്ട്. ഐഷു എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട്, കുറെ നേരമായി. വയ്യ വെക്ക്. നമ്മള് കഴിഞ്ഞ തവണ ഞാൻ, അക്കു, കഞ്ചു, ദീപു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതിലാണ് കയറിയത്, ഈ സ്ഥാനത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഇറങ്ങണം. നല്ല രസമായിരുന്നു, നല്ല വൈബ് അത്. ഇതൊക്കെ മോട്ടിച്ചേരുമായിരിക്കോ? ഇതിലാണ് കയറാൻ പോകുന്നത്. കണ്ടോ, ഞാൻ ഒരു വണ്ടി ഇതിൽ കൂടെ പോക്കും കാണിച്ചോ. ഇതേ ആവുമ്പോ കണ്ടോ, തലയുണ്ടാവോ? ഉണ്ടാവുന്നോ? എനിക്ക് അതുപോലെ പോണം. ഓ, ഞാൻ പൊളിക്കും. ഐശു, മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. എനിക്ക് വലിയ ധൈര്യം ഉണ്ടായിട്ടില്ല. കമോൺ.
ഒരുപക്ഷെ SLC പരീക്ഷയ്ക്ക് പോലും ഐശുക്ക് ഇമാതിരി കോൺഫിഡൻസും മോട്ടിവേഷനും കിട്ടിക്കാണില്ല. അതുപോലെയാണ് മനു കൊടുത്തോണ്ടിരിക്കണേ. ഇതിൽ കയറുന്നതിന് മുന്നേ ബോധമുണ്ടോ നോക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ അനങ്ങുന്ന സാധനം കേട്ടോ. ഇതൊക്കെ ചവിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടി. തെന്നി വന്ന സാധനമാണ് കഴിച്ചത്. മനു കഴിഞ്ഞടാ. ഇത് സീനാണല്ലോ. അല്ല ഇത് സീനാട്ടോ മൊത്തം. ഓ ഇതിൽ സത്യം പറഞ്ഞ ബോധമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ എന്നാ തോന്നണേ. അതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ കേട്ടോ. എല്ലാത്തിനും ഓരോ പരീക്ഷണമുണ്ട്. ഇതൊക്കെ കടന്നിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ. ഞങ്ങൾ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും സിമ്പിളായിട്ട് അല്ലേ. നമ്മൾ ഇത്രയും കടമ്പോൾ നമുക്ക് കടക്കാൻ പറ്റിയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറ്റും. അടുത്തേക്കെത്തുമ്പോൾ പേടി പോലെ എനിക്ക് തോന്നുന്നുണ്ടോ? അടുത്തേക്കെത്തുമ്പോൾ പേടി നെവർ. നമ്മളങ്ങനെ പേടിക്കുന്ന ആൾക്കാരെ അല്ല. നമ്മളടുത്ത് നെവർ. അല്ലാ മുള്ളോടി. കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ് ആയിരിക്കും. വെട്ട് നിശ്ചയം. സിംപ്ലാ ഇതൊക്കെ നമ്മള് കൊറേ കണ്ടാടാ. അവിടെ എന്താ ഫോണാണ് എനിക്കൊരു പേടി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ. ഫോൺ പിടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. മൈക്ക് ഇവിടെ തന്നെ ഉണ്ട്. അല്ലാ അയ്യോ തല ഇറങ്ങണേ. ഗൈസ് ഇതൊരു വളരെ നല്ലൊരു ഇതായിരുന്നു. എനിക്ക് ആദ്യം തൊട്ടേ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു കറക്കത്തില് എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പിന്നെ ഇങ്ങനെ മുറുക്ക് പിടിക്കായിരുന്നു. പടത്തോരെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് എല്ലാ പെടുത്തോന്നൊരു സംശയം. നോക്കട്ടെ പോയിട്ട്. മഞ്ഞ അങ്ങനെ ഉണ്ടായിരുന്നു. വണ്ടർഫുൾ ആയിരുന്നില്ലേ? എന്തെങ്കിലും പറയണ്ടോ? ആരെങ്കിലും ഇനി വരുന്നെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് കയറരുത്. സീനായിരുന്നു ഗൈസ്. നമ്മള് ആ റൈഡിൽ കയറിയത് കൊണ്ട് എന്തോ ഒരു ഭാഗ്യം. 10 മണിയാകുമ്പോൾ ഇതെല്ലാം അടച്ചു കേട്ടോ. ഒന്നുമില്ല ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ്. കുറേ ഗെയിംസ് ഒക്കെ ആയിരുന്നു. ഒരു 10 മണിക്ക് അടക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് അടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഒറ്റൊന്നും തോന്നി പറഞ്ഞിട്ടില്ല കണ്ടോ. അതൊക്കെ നല്ല നല്ല ഗെയിംസ് കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ഗെയിംസ് കളിച്ചായിരുന്നു. ഞാൻ ദീപനൊരു വലിയ പാവക്കുട്ടിയൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തത് ഞാൻ ഇവിടുന്ന് കളിച്ചിട്ടാണ്. എന്താ ഒരു ബോൾ എറിയുന്നതാണ്. 3 ബോൾ എറിഞ്ഞിട്ട് ഒരു സാധനം പൂപ്പിക്കണം. ഞാൻ 2 ബോളിൽ തീർത്തു. അപ്പോൾ വലിയ പാവക്കുട്ടി കിട്ടി. ഐശുക്കും നമ്മൾ വിൻ്റർ വണ്ടർലാൻഡ് അല്ല, വേറൊരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ഇവൾക്ക് ഇതുപോലെ ഒരു പാവ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഒരു സാധനം എടുത്ത് അത് കഷ്ടപ്പാടുന്നുണ്ടായിരുന്നില്ല. അത് ഇവള് പാവ അടിച്ചു വെച്ചു. അല്ലല്ല, ഞാൻ അവിടുന്ന് ഒരു പാവ കഷ്ടപ്പെട്ട് നേടിയെടുത്തു. അത് സന്തോഷമില്ലേ? സന്തോഷമുണ്ടെന്ന് പറയണേ. അതെ, ജനലിലൊക്കെ അരക്കി എത്തി നോക്കണമല്ലേ. ഐശുവിൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ആന, കുതിരയില്ലല്ലോ. കുതിര എവിടെ? അവിടെ കുതിരയൊക്കെ ഉണ്ട്. കുതിര ഇതുപോലുള്ള സാധനങ്ങളായിരുന്നു ഐശു പ്രതീക്ഷിച്ചത്. പക്ഷെ പാവം. സങ്കടമുണ്ട് ഐശു? കരയല്ലേ? പോട്ടെ, സാരില്ലടി. അങ്ങടല്ല ഇങ്ങടാ. ഇങ്ങടെ പോവാ ഗൈസ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ വിൻ്റർ വണ്ടർലാൻഡ് യാത്ര. കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പോഴും ഓർക്കുന്നത് ഏതാണ്ട് ഒരു ക്രിസ്മസ് ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് നേരത്തെ പോയത്. നമ്മൾ ഫ്രീ ടിക്കറ്റ് ഇല്ലേ, പീക്ക് ടൈമല്ലേ എടുത്തത്. അപ്പോൾ നമ്മൾ ഫ്രീ ടിക്കറ്റിലാണ് കയറിയെന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് കയറിയിട്ട് നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തായിരുന്നു. എല്ലാം കണ്ട് അവിടുന്ന് കുറേ ഗെയിംസൊക്കെ കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെതർസ്പൂണ് പോയി. ഞാനും ദീപവും അക്കുവും ഗൗതമും വെതർസ്പൂണ് പോയി ഫുഡൊക്കെ കഴിച്ച് അതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വിൻ്റർ വണ്ടർലാൻഡ് ഓർമ്മകൾ. ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു അല്ലേ? നമുക്ക് മെയിൻ ആയിട്ട് റൈഡായിരുന്നു ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് റൈഡിൽ നമ്മളില്ലേ. ഒന്നാമത് ഭയങ്കര പേടിയാവും കേട്ടോ സാധനം. എന്താ വെച്ചാൽ ആ ട്രാക്കിൻ്റെ അറ്റെത്തിയിട്ടാണ് അത് വളക്കണത്. അപ്പോൾ നമുക്കത് വീഴുന്ന പോലെ തോന്നും.
നമ്മൾ ആദ്യമായിട്ടല്ലേ കേറുന്നത്. ആ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഞാനൊക്കെ ഇങ്ങനെ ഞാൻ വിളിക്ക് കരയാണ്, അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടുണ്ടാക്കണേ. പക്ഷെ ഒരുത്ത ഫുൾ ഇംഗ്ലീഷ്, നെവർ കം അഗൈൻ, ഡിസപ്പോയിന്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെന്താ സാധനം നീ പറഞ്ഞതല്ലോ, എന്ത് ഓ വെരി ബാഡ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞു. ഇവൻ ഇങ്ങനെയൊക്കെ കാര്യമാണേ. ഞാൻ ഫ്രണ്ടിരിക്കുന്ന അറബിക്കാണ് മനസ്സിലാവാൻ വേണ്ടിട്ട് നീ മറ്റുള്ളവരെ കാണിക്കാനുള്ള കാര്യമാണ്. രസം ഒരു ഓളത്തിനായിരുന്നു. അതെ, ഇവനെന്റെ മറ്റേ ഇവനെന്റെ ജാക്കറ്റിനുള്ള എത്തിയാണ് കുറച്ചുകൂടി കഴിഞ്ഞാല്. ഇതിങ്ങനെ പറ്റിയിരിക്കുക തന്നെ. പക്ഷെ നല്ലായിരുന്നു കേട്ടോ, മൊത്തത്തില് അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. ഇനിയും എൻ്റെ കത്തിയടി കേൾക്കാനുള്ള ത്രാണ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇങ്ങനെയും അങ്ങ് നിർത്തുകയാണ്. ഈ പുതുവർഷം എല്ലാവർക്കും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.